ആ നാളെ ജോർജിന്റെ ഓർമ്മ ദിവസമാണ്. 2ാം ജന്മവാർഷികം. ആ പ്ലീസ് കം. ആ ഓക്കെ. Talk to my father. റിയലി? അന്നേക്ക് 3-ാം മാസം മിന്നുകെട്ട് കഴിഞ്ഞു മോനെ. അമ്മായിയപ്പൻ പാം ഐലൻഡിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. ആദ്യ രാത്രിക്ക് ഒരു ആഡംബരം നൗകയും. भी इले वरेगा मात्रा इलेरी 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 हाईवे जाने के लिए गाड़ी मिलेगा? अभी नहीं मिलेगा, सुबह देखना पड़ेगा. അല്ല, എനിക്ക് വേണ്ട കേട്ടോ. എന്താ ഇയാൾ കഴിക്കില്ലേ? അതല്ല, ഇപ്പം വേണ്ട. അനന്തൻ എന്തോ വലിയ പ്രോബ്ലത്തിലാണ്. എന്താ? ചുമ്മാ പറയാനിയാ. എന്ത് പ്രോബ്ലം ആയാലും സോൾവ് ചെയ്യാനുള്ള ഒരു രഹസ്യ മന്ത്രം എൻ്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ചും പ്രണയവിവാഹിതരുടെ. പറഞ്ഞു നോക്ക്. യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി ഓഷോ രജനീഷ് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ ദുഃഖമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് പ്രണയമല്ല. പ്രണയം ആനന്ദമാണ്. ശരീരവും ആത്മാവും നിറയുന്ന ആനന്ദം. അവിടെ എവിടെയാണ് ഇനി ആ ദുഃഖത്തിനിടം? ലീവ് ഇറ്റ് ചെയ്യാ. പോയി പണി നോക്കാൻ പറ. വേണ്ട വേണ്ട വേണ്ട, നീ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ യൂനിസ് മുഹമ്മദിനെ കണ്ടാൽ മതി. ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ഫോം കിട്ടി അവരുടെ മെയിൽ ചെയ്യേ. ആ അടുത്ത മാസം 10-ന് മുമ്പ് ക്യൂട്ടലിന് ഫുൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ചായ അഞ്ഞടുത്തു ഇങ്ങോട്ടിരുന്ന് പതുക്കെ. നിന്റെ മുഖം എന്തോന്ന് തെളിയാത്തേ? എനിക്കിപ്പോഴും ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല അനന്തു. ശരിക്കും പേടിയുണ്ട്. മോളെ, ഒന്നാലോചിച്ച് നോക്ക്. UAE-യിലെ ആദ്യത്തെ മലയാളം ചാനൽ, അതൊരു വലിയ സാധ്യതയാണ്. കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാനിതിന് ഇറങ്ങുന്നത്. ഇവൻ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്യാണ്. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ കൂടുന്നത്. ഒന്നും ആലോചിക്കാതെ തുടങ്ങി വെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി 4-5 ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ് രേവതി. ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് മൈ ഡ്രീം. നിനക്കതറിയാം. പാതി വഴിയെത്തി.
ഇനി കൺഫ്യൂസ്ഡ് ആക്കരുത് പ്ലീസ്.